ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് റെക്കോർഡ് ചെയ്യേണ്ട. Is that okay with you? Okay, no problem. ഇത് യൂട്യൂബിലിടും as a case study. Is that okay? If it is useful for someone else, it's okay for me. All right, great. What is that you want to achieve in the next 15 minutes with the conversation that you're going to have with me? അടുത്ത 15 മിനിറ്റുള്ളിൽ കിട്ടാനുള്ള കൃത്യമായിട്ട് പറയാം എന്താണ് നേടേണ്ടതെന്നുള്ളത്. I want to find my purpose of life. Your purpose of life. Right. What's your age? 40, above 40, 42. Okay. 42. Are you working? Don't tell what work, what job. Don't tell me. Yeah, I'm working as a professional. Okay, you're abroad. Okay. You're a working professional. Okay. Why did you take that job? ആ ജോബ് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? എന്ത് ജോബാന്ന് പറയണ്ട, ആ ജോബ് എടുക്കാനുള്ള കാരണം എന്താ? 3 കാരണങ്ങൾ പറയുമോ ആ ജോബ് എടുക്കാനുള്ള? I was interested. Actually, this job is my second choice. Mm-hmm. And after this, it's my passion. Okay, right. Second reason, why do you take this? I enjoying this job and technical things. Okay, enjoying the job. Logical and okay, enjoying. Okay. Number 3? Is for living purpose. Okay, living purpose. Are you happy with the salary and the package and the company? I'm happy in out of 10 and 7. Okay, that means you're 6 happy. Or 7. Tell me 6 or 7. Which one? 7 or 6 or 6. 7 പോയി താഴത്ത് കൊന്നല്ലേ? ഓക്കെ, ഗ്രേറ്റ്. ഹാപ്പി എന്ന് പറഞ്ഞപ്പോൾ ഹാപ്പി എന്ന് പറഞ്ഞ നീട്ടിനെ കൊണ്ടുപോയിട്ടാ, അത് പെട്ടെന്ന് ഹാപ്പി എന്നല്ല പറഞ്ഞേ, കുറച്ച് നീട്ടിക്കൊണ്ടേ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്ക്. I'm looking for a change. Okay, you're looking for a change. For an upgrade. Okay, great. Now, നിങ്ങൾ ഈ പർപ്പസ് എന്ന് പറഞ്ഞല്ലോ, ഈ purpose is it life purpose or purpose in your personal life or in your professional life? Where? Life purpose. I want to find all, but first of all, I want to find my life purpose. Okay, life purpose. ഇപ്പോൾ നിങ്ങൾ 42 എന്ന് പറഞ്ഞു. Yes. ഓക്കെ, ഞാൻ ഒരു പ്രായമുള്ള ഒരാളെ മനസ്സിൽ കാണാം. ഓക്കെ, ഒരു റൗണ്ട് അബൌട്ട് 60s റിട്ടയർ ചെയ്ത ഒരാളെ കാണാം മനസ്സിൽ. ഓക്കെ, ആ വ്യക്തിനെ കണ്ടിട്ട്, മെയിൽ ഓർ ഫീമെയിൽ, ഇന്ത്യൻ, whatever it is, it doesn't matter. ഓക്കെ, ആ വ്യക്തിനെ കണ്ടിട്ട് ആ ആളുടെ ജീവിതം നിങ്ങൾ കാണാൻ മനസ്സിൽ. എന്നിട്ട് മനസ്സിൽ കാണണം, ഇങ്ങനത്തെ ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടത്. കാണുന്നുണ്ടോ? കുറെ പേര് എല്ലാത്തിനും കൂടെ എടുത്താവുള്ളൂ. കാരണം എല്ലാവരും ചിലപ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ടാവും, നല്ല ക്വാളിറ്റി ഉണ്ടാവണില്ല. വ്യത്യസ്ത ആൾക്കാർ ചൂസ് ചെയ്തിട്ട് അവരിൽ നിന്ന് നല്ല ക്വാളിറ്റി മാത്രം മനസ്സിൽ കാണാം. റിട്ടയർ ചെയ്ത വ്യക്തികളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അബൌവ് 60 ആയിരിക്കാം, അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞിരിക്കുന്ന ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനൊക്കെ റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞ വ്യക്തിയാണ്, 58 വയസ്സുള്ള ആളാണ് ഞാൻ. പക്ഷെ ഞാൻ എൻ്റെ ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട്. You got it? Okay. So I'm talking about somebody who has retirement age കഴിഞ്ഞിട്ടുണ്ട്, but they are still enjoying their life. Okay. കണ്ടോ? അവരെയുള്ള 3 ക്വാളിറ്റി, അവർ പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണോ ജീവിക്കുന്നത്? Yes. ഓക്കെ, അവരെയുള്ള 3 വ്യത്യസ്ത ആൾക്കാരായിരിക്കാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഒരാളിൽ തന്നെ ഈ 3 ക്വാളിറ്റി ഉണ്ടായിരിക്കാം. ദാറ്റ്സ് ഓക്കെ. അവരെയുള്ള 3 ക്വാളിറ്റീസ് ഒന്ന് പറയാമോ? ഒന്ന്, അവര് സ്പെഷ്യലി ആക്റ്റീവ് ആണ്. ഓക്കെ. നമ്പർ 2, ഫാമിലി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും. ഓക്കെ. ആൻഡ് ഹെൽപ്ഫുൾ ആയിരിക്കും മറ്റുള്ളവർക്ക്. ഓക്കെ, സപ്പോർട്ടിങ് ആൻഡ് ഹെൽപ്ഫുൾ അല്ലേ? സപ്പോർട്ടിങ്. ഓക്കെ. അവരെല്ലാവരും 60 വയസ്സിന് മേലുള്ള ആൾക്കാരാണോ? ഏകദേശം അപ്രോക്സ് 50 to 60. Okay, 50 to 60. Okay, that means retirement period icon Indian അനുസരിച്ചിട്ട്. Yes. Right. Okay. ഈ ഒരു 3
ക്വാളിറ്റി ആക്റ്റീവാണ്. അവർ ഫിസിക്കലി ചിലപ്പോൾ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ സോഷ്യലൈസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഇത് നമ്പർ 2, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന വ്യക്തികളാണ്. ഒരു ഫാമിലി, അവർ കുട്ടികൾ, അവർ മേ ബി ഗ്രാൻഡ് കിഡ്സ്, അവർ ആ ഒരു റിലേഷൻഷിപ്പ്, ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളാണ് ഇവർ. അതേപോലെ തന്നെ ഇവർ വളരെ സപ്പോർട്ട് ചെയ്യാം, മറ്റുള്ളവരെ എത്രത്തോളം അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവരെ നോളേജ് ആയിട്ടായിരിക്കാം, അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചാരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഇത്. ശരിയല്ലേ? ഓക്കെ. ഇനി നിങ്ങൾ ആ ഒരു സർക്കിളിലേക്ക്, ഓക്കെ, ആ ഒരു സർക്കിളിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിന് നമ്മൾ ഡിസൈഡ് സർക്കിൾ എന്നാ പറയല്ലോ. ഓക്കെ, ഡിസൈഡ് സർക്കിൾ. ആ സർക്കിളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള സർക്കിളിൽ നിന്നും വേർ യു ആർ റൈറ്റ് നൗ, ആ സർക്കിളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ 3 മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തേണ്ടത്? ഒന്ന്, സോഷ്യലി ഒന്നും കൂടി ആക്റ്റീവ് ആകണം. സോഷ്യലി ഇപ്പോ അത്ര ഇല്ല, എന്നാലും ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ, അതും സൈലന്റ് ആയിട്ട്. ഒന്ന്, സോഷ്യലി ആക്റ്റീവ് ആകണം. നമ്പർ 2, സപ്പോർട്ടിങ് ഉണ്ട്, പക്ഷെ അത് ലിമിറ്റഡ് ആണ്. ഓക്കെ. നമ്പർ 3, പിന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, മീൻസ് വിത്ത് ഫ്രണ്ട്സ് ഓർ ഔട്ട്സൈഡ്. ഫാമിലി റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് ഉണ്ട്, ഫ്രണ്ട്സുമായിട്ട് വളരെ ലിമിറ്റഡ്, എല്ലാം ലിമിറ്റഡ് ആണ്. ഓക്കെ, അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർപ്പസ് മീറ്റ് ചെയ്യും. ഇത് 3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർപ്പസ് മീറ്റ് ചെയ്യും, ലൈഫ് പർപ്പസ്. ഓക്കെ, കാരണം ലൈഫ് പർപ്പസ് നിങ്ങൾ ഇപ്പോൾ ചോദിച്ചിട്ട് ഇത് 3 മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് പർപ്പസ് മീറ്റ് ചെയ്യും. അപ്പൊ ഓൾറെഡി ഞാൻ ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, അപ്പം അതിന്റെ ഫുൾ സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. ഓക്കെ, അതിന്റെ അർത്ഥം there is something else which is missing. Yes. Am I right? ഇത് 3 ഞാൻ ഇത് നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ തന്നു. ഈ 3 നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആൻഡ് പർപ്പസ് അല്ല എന്നുള്ളെങ്കിൽ that means something is there in you which is missing. Yes, that's what I want to identify. So where do you find peace of mind? ഇനി ആ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എവിടെയാണ് ഈ പീസ് ഓഫ് മൈൻഡ്? ഈ 3 വ്യക്തികളെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നത്? ഫാമിലി ആക്റ്റീവ് ആയിരിക്കുമ്പോൾ കിട്ടും ഒന്ന്. പിന്നെ മെയിനായിട്ട് അതന്നെ, ഫാമിലി ആയിട്ട് ബന്ധപ്പെടുമ്പം, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇല്ലാന്നും പറഞ്ഞല്ലോ, അത് fully satisfied അല്ലാന്നാണ് പറയുന്നത്. Fully satisfied. Beyond this there is something to be achieved or something. Okay, so what is that? അപ്പം I think so, but I'm not sure. That's why. ഉണ്ട് എന്തോ ഉണ്ട്, വേറെ എന്തോ നിങ്ങൾക്ക് മിസ്സിംഗ് ഉണ്ട്. Yes. നിങ്ങൾ ഓൾറെഡി I want to identify. Yeah, you already have a relationship with your family, you're connected with your family. അത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ദാറ്റ്സ് സംതിങ് എൽസ്. പക്ഷെ വേറെ എവിടെയോ ഒരു ഹോളോ ഉണ്ട് അവിടെ. നിങ്ങൾ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നല്, അത് നിങ്ങൾ പ്രൊഫഷണൽ ആണോ അല്ലെങ്കിൽ പ്രൊഫഷണലി അത്ര ഇതായിട്ടില്ല, മീൻസ് സം സ്റ്റക്ക്, ഐ ആം സ്റ്റക്ക് ഇൻ സംവെയർ. അതാണോ നിങ്ങളുടെ ഈ ഇഷ്യൂസ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നൽ ആയിട്ടില്ല എന്നുള്ള തോന്നല്? മേബി ആണോ? ടെൽ മീ, യു ടെൽ മീ. നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ട് ഞാൻ ട്രെയിന് കൊണ്ടുപോകും. പ്രൊഫഷണലി ആണ് ആയിരിക്കാം. പ്രൊഫഷണൽ ആയിരിക്കും. പ്രൊഫഷണലി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ നേരത്തെ പറഞ്ഞു 6 എന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? 6 സാറ്റിസ്ഫൈഡ് അല്ല, കാരണം 14 years പ്രൊഫഷൻ കരിയർ ഉള്ള ആളാണ്, ബട്ട് ഒരു ഹയർ ലെവലിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. 14 yearsല് നിങ്ങൾ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കേണ്ടത്. എക്സ്ക്യൂസ് മീ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആദ്യം ജോയിൻ ചെയ്യാം, 14 വർഷം മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ സാലറി മനസ്സിൽ കാണാം. ഓക്കെ, അത് നിങ്ങൾ വോട്ട് എവർ കറൻസി ആണെങ്കിലും അത് ഇപ്പോഴത്തെ ഇത് സാലറിയും കാണാം. എത്ര മടങ്ങ് കൂടിയിട്ടുണ്ട്? 100%, 200% കൂടിയിരിക്കണം. ആദ്യം ലെറ്റ്സ് നിങ്ങൾക്ക് ഒരു 1000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക, ഇപ്പോൾ 2000 കിട്ടുന്നുണ്ടോ?
അതൊക്കെ ഉണ്ട്. അതിലേക്കാൾ കൂടുതൽ ഉറപ്പല്ലേ? ഒരു അപ്പൊ എത്ര പെർസെന്റേജ് കൂടി ഉണ്ടാവും? 300, 400, 500 എത്ര പെർസെന്റേജ് കൂടി ഉണ്ടാവും? 500% കൂടി. ഉറപ്പല്ലേ? യെസ്, അതിൽ സന്തോഷമില്ല നിങ്ങൾക്ക്? അതിൽ സന്തോഷമുണ്ട്. സാലറി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. കഴിഞ്ഞിട്ടേ ചോദ്യം കഴിഞ്ഞിട്ട് ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ കേറുമ്പം ഏത് പൊസിഷനിലായിരുന്നു? ആ പൊസിഷനിൽ തന്നെയാണോ ഇപ്പോഴുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിരുന്നോ? 4 വർഷമായിട്ട് അതേ പൊസിഷനിലാണുള്ളത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പ്രശ്നം എന്താന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നില്ല അത്? നിങ്ങളുടെ പ്രശ്നം സാലറി അല്ല, നിങ്ങളുടെ പ്രശ്നം പ്രൊമോഷൻ കിട്ടുന്നില്ല എന്നുള്ള. Am I right? You agree with that? So now the question is, ആരാണ് ഈ പ്രൊമോഷൻ ബ്ലോക്ക് ചെയ്യുന്നത്? രണ്ടെണ്ണാവാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ 1 ഈസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണില്ല എന്നുള്ളത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, എക്സ്പീരിയൻസ് ഡസ് നോട്ട് മേക്ക് യു എൻ എക്സ്പേർട്ട് എന്നാ. നിങ്ങൾക്ക് 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, 20-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് എക്സ്പേർട്ട് ആവണില്ലെങ്കിൽ, ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ട് യാതൊരു കാര്യമില്ല. ശരിയല്ലേ? കറക്റ്റ്. കാരണം നാളെ വന്നൊരു ആള് ചിലപ്പോൾ AI ഒക്കെ പഠിച്ചിട്ട് വന്ന ആള് ചിലപ്പോൾ നിങ്ങളെക്കാൾ മുമ്പിലേക്ക് ചാടിപ്പോവും. ഇസ് ദാറ്റ് കറക്റ്റ്? നിങ്ങൾ ആ പഴയ സീറ്റിൽ തന്നെ അതേപോലെ തന്നെ ഇരിക്കണ്ടാവും. യു അഗ്രി? പുതിയ സ്റ്റാഫിന് എടുക്കുമ്പോൾ അവരുടെ സാലറിയും കൂടുതലായിരിക്കും. അതാണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, അതൊക്കെ വരുന്നുണ്ട്. കാരണം അത് നിങ്ങൾ ആ 6 എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ അതൊക്കെ. അപ്പം ഇവിടെ 2 കാര്യങ്ങൾ നടക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ നിങ്ങളെ പെർഫോമൻസ് വലുതാക്കാം, ഓക്കെ, എന്നിട്ട് നിങ്ങൾ യു ഹാവ് ടു ഇംപ്രൂവ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു എൻവയറമെന്റിലായിരിക്കും, ആ എൻവയറമെന്റിൽ നിങ്ങൾ സീലിംഗ് തൊട്ട് കഴിഞ്ഞു. സീലിംഗ് മീൻസ് നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ പ്രൊഫഷന്, നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എവിടെയാണ് നിങ്ങൾക്ക് മാക്സിമം എത്തിപ്പെടാൻ പറ്റുക, അവിടെ ഓൾറെഡി നിങ്ങൾ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് 2 കേസ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴും സീലിംഗ് എത്തിയിട്ടില്ല, നിങ്ങൾക്ക് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? അപ്പം സീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10 എന്ന് വിചാരിക്കാം. സീലിംഗ് ഒരു നമ്പർ കൊടുക്കാം. സീലിംഗ് ഒരു 10, അതാണ് മാക്സിമം. നിങ്ങളുടെ പേര് X എന്ന് വിചാരിക്കാം. ഈ X എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുള്ള 10 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെയാണ്? 8. അപ്പം 8ൽ നിന്ന് 8.1, 8.9 അല്ല പറഞ്ഞേ. ഓക്കെ, 9 എന്ന് വെച്ചാൽ ഒരു വലിയ ചാർട്ടുണ്ട്. പിന്നെ 10ലേക്ക് 8.1ലേക്ക് 1 ഡിഗ്രി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ വരെ ചെയ്യാത്ത കാര്യം, ഓക്കെ, the things that you're not doing right now, but if you do, you can get the chances for promotion. എന്തായിരിക്കും അത്? 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ടെക്നിക്കലി അപ്ഗ്രേഡ് ചെയ്യണം. ടെക്നിക്കലി അപ്ഗ്രേഡ്, ഓക്കെ. നമ്പർ 2, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലേ? യെസ്. ഓക്കെ, അത് റിട്ടേൺ ആണോ അല്ലെങ്കിൽ ഇതാണോ, വെർബൽ ആണോ? വെർബൽ ആൻഡ് റിട്ടേൺ, ബിക്കോസ് ഐ ആം വർക്കിംഗ് ഇൻ അറബ്സ് കൺട്രി. ഓക്കെ, റൈറ്റ്. നമ്പർ 3. അപ്പോൾ ഓക്കെ, ഗുഡ്. നമ്പർ 3, പിന്നെ ഇത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നന്നായിരിക്കണം. ഓക്കെ, ആറ്റിറ്റ്യൂഡ് നന്നായിരിക്കണം. അപ്പൊ ഇതില് ഒന്ന്, നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ല് എങ്ങനെ നിങ്ങൾക്ക് വളർത്താൻ പറ്റും? ന്യൂ കോഴ്സസ്, ന്യൂ ടെക്നോളജീസ്, ഐ ഓൾറെഡി സ്റ്റാർട്ടഡ്. ഓക്കെ, അത് എവിടെ ചെയ്യാൻ പറ്റുന്നത്? ഓൺലൈൻ കോഴ്സസ് എടുത്തിട്ട് സർട്ടിഫിക്കേഷൻ എടുക്കാം. ആണെങ്കിൽ സർട്ടിഫിക്കേഷൻ അല്ല ഇവിടെ നോക്കേണ്ടത്. സർട്ടിഫിക്കേഷൻ അല്ല, നിങ്ങളെ പ്രൊഡക്ടിവിറ്റിയും റിസൾട്ടാണ് നോക്കേണ്ടത്. സർട്ടിഫിക്കറ്റ് ആർക്ക് വേണം ചെയ്യാം, അത് മനസ്സിലാക്കുക. സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. സർട്ടിഫിക്കറ്റ് നമ്മൾ എപ്പോഴും ഒരു ജോബ് കയറുമ്പോഴാണ് സർട്ടിഫിക്കറ്റിന് ആവശ്യം വരിക. അതിനുശേഷം സർട്ടിഫിക്കറ്റ്, അതിനുശേഷം പിന്നെ വേണ്ടത് പ്രൊമോഷന്റെ സമയത്ത് സർട്ടിഫിക്കേഷൻ വേണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ റിസൾട്ടാണ് വേണ്ടത്. എന്ത് പ്രശ്നം എന്ന് വെച്ചാല്, നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഡിഫറെന്റ് നാഷണാലിറ്റീസ് ആണ്. അപ്പം എന്ത് ചെയ്യില്ല, നമുക്ക് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മള്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങള്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? കുറച്ചും കൂടി ഒന്നുകൂടി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. 14 വർഷം എന്തുകൊണ്ട് ഇത് ചെയ്തില്ല?
You've been there for 14 years, am I right? No. I'm not. I'm here for almost 10 years in this country. Okay. So why didn't you think about building your communication skills? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ അറബ് കൺട്രി എന്നാന്ന് പറഞ്ഞു. ഞാൻ അറബ് കൺട്രിയിൽ ഏകദേശം 14 വർഷം ജീവിച്ച ആളാണ് ഞാൻ. Okay. ഓക്കെ. അന്നും ഇന്നും മുമ്പും എനിക്ക് അറബിക്ക് അറിയില്ല. Okay. 14 വർഷം ഞാൻ അറബിക് കൺട്രിയിലാണ് ജീവിച്ചത്. പക്ഷെ എനിക്ക് അറബിക്ക് ഒരു വാക്കും എനിക്ക് അറിയില്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. കാരണം എന്റെ ക്ലയൻസ് ക്ലയൻസ് ഒക്കെ ഇംഗ്ലീഷ് പറഞ്ഞ ആൾക്കാരാണ്. അതാണ് എനിക്കും പറ്റിയത്. മനസ്സിലായി. നമ്മള് ഡീൽ ചെയ്യുന്ന ആളുകളെല്ലാം ഇംഗ്ലീഷ് ആയിരുന്നു. അല്ലെങ്കിൽ നമ്മളോട് അവര് സംസാരിക്കുമ്പോൾ അവര് നമ്മളോട് ഇംഗ്ലീഷിൽ സംസാരിക്കും. അപ്പൊ പിന്നെ ഇവിടെ ഈ അറബിക്ക് ഒരു സ്കോപ്പ് ഇല്ല. അറബിക് ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് മറ്റുള്ളവരോട് പറയണമെങ്കിൽ അറബിക്കില് ഇപ്പൊ ബോസിനോടൊക്കെ സംസാരിക്കണമെങ്കിൽ ഇപ്പൊ എന്റെ മാനേജറോട് എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും, കൺവിൻസ് ചെയ്യാൻ പറ്റും മാനേജറെ. പക്ഷെ എന്റെ വലിയ ബോസ് ഇപ്പൊ ഡയറക്ടർ ലെവലുള്ള ആളുകളെ കൺവിൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അറബിക്കിൽ സ്പീക്ക് ചെയ്യണം. അത് നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റേഷൻ പിടിക്കില്ല. ഇംഗ്ലീഷ് അറിയും, പക്ഷെ അറബിക്കിൽ പറയുമ്പോഴാണല്ലോ അവർക്ക് അതിൻ്റെതായ ഒരു അവരുടെ ലാംഗ്വേജ് പറയുമ്പോഴല്ലേ അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അറബിക് കമ്മ്യൂണിക്കേഷൻ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. 1 month ആയിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ എത്ര കാലം പിടിക്കും ഇത്? എത്ര കാലം തോന്നുന്നുണ്ട് ഇത് ഒന്ന് കുറച്ചും കൂടെ പോളിഷ് ചെയ്തിട്ടുള്ള അറബിക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ? ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോ. അല്ല ഞാൻ ചോദിച്ചത് എത്ര പഠിക്കും? Within 3 months you'll be able to do that. Okay, great. Then you're on the track. Certification course. ഈ സർട്ടിഫിക്കേഷൻ കോഴ്സ് നിങ്ങൾക്ക് പ്രൊമോഷനെ ഹെൽപ്പ് ചെയ്യും? അതും ഹെൽപ്പ് ചെയ്യും. ഞാൻ ഓൾറെഡി 2-3 സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞു, ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ. ഇവിടെ മെയിൻ ആയിട്ട് ഇതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണല്ലോ നമ്മൾ എക്സ്പോസ് ചെയ്യുക. നമ്മൾ ചെയ്യുന്നേക്കാളും കൂടുതൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യാണല്ലോ വേണ്ടത്. അതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. അതിന്റെ ശേഷമാണ് പിന്നെ അതിന്റെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ വരുള്ളൂ. നമ്മള് എന്റെ സർട്ടിഫിക്കേഷൻ അതൊക്കെ എടുത്ത് ലിങ്ക്ഡിന്റെ ഒക്കെ ഇട്ടിട്ട് ഓഫീസിൽ ചെല്ലുമ്പോ ഓരോരുത്തർ AI എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ലെവലിലോട്ട് അങ്ങോട്ട് എത്തുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, അതെല്ലാവർക്കും കൂടെ, നിങ്ങളോടും എല്ലാവരും കൂടെ. നമ്മൾ ഒരുപാട് കാര്യം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. once again let me tell you, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. കാര്യപ്പെട്ട ഒരു കാര്യം ചെയ്താൽ കാര്യമുണ്ട്. അതാണ് ഫോക്കസിന്റെ. അല്ലാതെ ഒരുപാട് AI ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു പറഞ്ഞിട്ട് അത് നിങ്ങൾ ഡെവലപ്മെന്റ് ചെയ്യില്ലെങ്കിൽ, ഓക്കെ, നിങ്ങളെ പ്രൊഫഷൻ നിങ്ങൾ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകണില്ലെങ്കിൽ അത് ചെയ്തതിന് യാതൊരു കാര്യമില്ല. ഇതിനാണ് വേർട്ടിക്കൽ ലേണിംഗ് എന്ന് പറയാം. ഇതിനാണ് വേർട്ടിക്കൽ ഗ്രോത്ത് എന്ന് പറയാം. ഇതിനാണ് ലേസർ ഫോക്കസ്ഡ് കരിയർ ഡെവലപ്മെന്റ് എന്ന് പറയാം. അപ്പം ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, അവരെല്ലാം ചെയ്തിട്ടുണ്ടോ, പക്ഷെ അവർക്ക് അതായിട്ടൊന്നും കാര്യം കിട്ടില്ല. അവർക്ക് പ്രൊമോഷൻ കിട്ടില്ല, അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, അവർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എൻ്റെ കരിയർ ഗ്രോത്തിന് ആവശ്യമുള്ള എന്ത് കാര്യമാണ് എനിക്ക് വേണ്ടത്. ദാറ്റ്സ് കീ. ഇപ്പോൾ നിങ്ങൾ ഈ AI നിങ്ങൾ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അടുത്തത് വരും. അത് ഫീച്ചർ ഇതാണല്ലോ, പുതിയ ടെക്നോളജീസ് ആണ് നമ്മളിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തത്. ആവശ്യം വരും. പക്ഷെ നിങ്ങളുടെ കമ്പനിയിൽ ഇപ്പൊ ആവശ്യം വരുന്നുണ്ട് ഇപ്പൊ അടുത്ത്? ഇപ്പൊ അതിൻ്റെതായിട്ടില്ല, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ 2-3 സർട്ടിഫിക്കേഷൻ ചെയ്തതെല്ലാം നമ്മുടെ കരിയറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഹയർ ലെവലിലോട്ട് വേണ്ടതാണ്. പക്ഷെ എനിക്ക് ലാക്ക് ആയിട്ടുള്ളത് ലീഡർഷിപ്പാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങോട്ടാ വരുന്നത്? ഇപ്പൊ മനസ്സിലായി, നിങ്ങൾ ടെക്നിക്കലി ഗുഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ലീപ്പിൽ ജോയിൻ ചെയ്തത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല, പേര് പറയാൻ വേണ്ട. ഓക്കെ, ഡോണ്ട് ടെൽ മീ ദ നെയിം. ഓക്കെ, ഗുഡ്. ഇവിടെ നിങ്ങളെ ലീഡർഷിപ്പ് ആണ് വലുതാവേണ്ടത്. അതാണ് ഇപ്പൊ ക്ലിയർ ആവേണ്ടത്. കാരണം നിങ്ങൾ ടെക്നിക്കലി നിങ്ങൾ എല്ലാം ചെയ്യേണ്ടത്, നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ലീഡർഷിപ്പും. നിങ്ങൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് അവർ ടെക്നിക്കലി എക്സ്പേർട്സ് ആയിരിക്കും, പക്ഷെ ലീഡർഷിപ്പ് ഉണ്ടാവില്ല. അതേ സമയത്ത് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ അവർ ലീഡർഷിപ്പ് ഹൈ ക്വാളിറ്റി, ടെക്നിക്കലായിട്ട് അവർ 0 ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ പണ്ട് കാലത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇന്ന് അവർ കമ്പനികളൊക്കെ നടത്തുന്നുണ്ടാവും. അവർക്കൊരു ABCD അറിയണ്ടാവില്ല, അവർ ചിലപ്പോൾ സ്കൂളിലും പോയിട്ടുണ്ടാവില്ല, പക്ഷെ അവർ കീഴിലുള്ള ആൾക്കാരൊക്കെ MBA ഗ്രാജുവേറ്റ്സ് ആയിരിക്കും. ശരിയല്ലേ? അവർക്ക് ലീഡർഷിപ്പ് ഉണ്ട്.
കറക്റ്റ്. അവർക്ക് ലീഡർഷിപ്പ് ഉണ്ട്. ടെക്നിക്കൽ നോളജ് സീറോ ആണ്. അവർ ടെക്നിക്കൽ നോളജ് നോ ഹൗ ഉള്ള ആൾക്കാരെ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, അതാണ് എല്ലാ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. അത് തന്നെ വേറെ ഒന്നുമില്ല. ഇവിടുന്ന് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇറ്റ്സ് നത്തിങ് ടു ഡു. നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ആക്റ്റീവ് ആവണം, നിങ്ങൾ ഫാമിലി റിലേഷൻഷിപ്പ്, സപ്പോർട്ടിങ് ഹെൽപ്പ്, അതൊക്കെ മാറ്റിയിട്ട് അതിനെല്ലാം ഒരു പാക്കേജ് ആക്കി കഴിഞ്ഞാൽ അതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഓക്കെ ലീപ്പിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു, അത് ദാറ്റ്സ് ഗുഡ് ബിക്കോസ് ദാറ്റ് വിൽ ടേക്ക് യു 1 year ടൈം. നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുള്ള ഉറപ്പാണ്, പക്ഷെ അതിൽ ആക്റ്റീവ് ആയിരിക്കണം. ഇതിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലീഡർഷിപ്പ് വളരും. പക്ഷെ നിങ്ങൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ നിങ്ങൾ ലീഡർഷിപ്പ് ഇപ്പം പഠിക്കണമെന്ന് വിചാരിക്കുക, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? എന്താണ് ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ നിങ്ങൾ കമ്പനിയിൽ ഓർഗനൈസേഷൻ എന്ത് 3 ഡിഫറൻസ് നിങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഒരു മാസത്തില്? നിങ്ങളെ ഹാബിറ്റിലോ നിങ്ങളുടെ ബിഹേവിയറിലോ നിങ്ങളുടെ പ്രൊഫഷനെ ഡെവലപ്പ് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ ഇഷ്യൂസ് സോൾവ് ചെയ്യാനൊക്കെ ഇത് ചെയ്യാം. അതുപോലെ നമ്മളെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇപ്പോൾ ക്രിട്ടിക്കൽ റിസോഴ്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ സ്പെസിഫിക് ഏരിയാസിൽ നമുക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് സം ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ സ്പെസിഫിക്കലി നമ്മളെ തന്നെയാണ് അത് അലോട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അവിടെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ L&D ഡിപ്പാർട്ട്മെന്റ് വല്ലതും ഉണ്ടോ? ട്രെയിനിങ് L&D ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കരിയർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കരിയർ ഡെവലപ്മെന്റ് അല്ല, ദാറ്റ് ഈസ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? ടെക്നിക്കലി തന്നെ നമുക്ക് വേണ്ട കോഴ്സും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ആ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടോ? HR ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണത്. നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ ടെക്നിക്കലാണ്. ഓക്കെ, ഞാൻ ചോദിക്കണത് നിങ്ങൾ ടെക്നിക്കലാണ്, 100% ടെക്നിക്കലാണ്. പിന്നെ നിങ്ങൾക്കൊരു HR ഉണ്ട്, പിന്നെ നിങ്ങൾക്കൊരു L&D ഉണ്ട്, ശരിയല്ലേ? 3 ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള പാഷൻ ഉണ്ടോ? പഠിപ്പിക്കാനുള്ള പാഷൻ ഇല്ല. ഓക്കെ, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ആരെങ്കിലും വന്ന് ചോദിക്കും. നിങ്ങൾ സപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു ഇപ്പൊ നേരത്തെ. ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ടെക്നിക്കലായിട്ട് ആ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു വ്യക്തി. എനിക്കറിയില്ല, ഞാൻ കുടുങ്ങി കിടക്കാണ്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് എന്നോട് പറയില്ലേ ടെക്നിക്കൽ സെൻസ് ഇത് ചെയ്തോ അത് കറക്റ്റോ എന്ന് പറഞ്ഞു തരാൻ പറ്റില്ലേ നിങ്ങൾക്ക്? എനിക്ക് അത് പറ്റും. അതിനുള്ള ട്രെയിനിങ്ങോ? പക്ഷേ ട്രെയിനിങ് പാർട്ട് ഓഫ് ജോബാണ് നമ്മുടെ ഒരു എക്സാക്ട്ലി കറക്റ്റ്. അപ്പോൾ നിങ്ങൾ L&Dനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ ഉള്ള ഗ്യാപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല. നിങ്ങൾ അങ്ങനെ ഒരു ലീഡർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എപ്പോഴും വരുന്നത്? ഏതാ നിങ്ങൾ ഹാൻഡിൽ ചെയ്യല്ലേ? വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്? പ്രൊഡക്ഷൻ ഇഷ്യൂസ് ആണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട്. ഓക്കെ, അതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. മെയിൻലി നിങ്ങളെ കോൾ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ സ്റ്റാഫ് ആയിരിക്കാം, നിങ്ങൾ ടീം മെമ്പേഴ്സ് ആയിരിക്കാം. അതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് ട്രെയിനിങ് കൊടുക്കണ്ടോ ഇല്ലയെന്ന് ചോദിക്കാൻ പറ്റുമോ? അതിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല, കാരണം അത് നമ്മൾ ചെയ്ത സംഭവങ്ങളാണ്. അതായത് ഞാനൊരു ഡെവലപ്പറാണ്. നമ്മൾ ചെയ്ത കാര്യത്തില് പ്രൊഡക്ഷനിൽ പോകുമ്പം അത് കസ്റ്റമേഴ്സിന് ഇഷ്യൂ വരുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതായത് L1, L2, L3 ഉണ്ടാവും. നമ്മൾ L3 ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. L1ഉം L2ഉം കമാൻഡ് സെന്റർ ഉണ്ടായിരിക്കും. അതൊരു സപ്പോർട്ടിംഗ് ടീം, പ്രൊഡക്ഷൻ സപ്പോർട്ട് ടീം. അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ആണ് നമുക്ക് വരിക. അപ്പൊ നമ്മളെ ഹെൽപ്പ് അവര് റിക്വസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ജോബ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, കാരണം അവർക്ക് പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മുടെ L3 വിടുന്നത്. കാരണം നമുക്ക് മാത്രമേ അത് ഡീപ്പായിട്ട് പോകണം. അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് ഇഷ്യൂ വന്നത് എന്നുള്ളതിന്റെ റൂട്ട് കോസ്. ചെറിയ ഇതൊക്കെ ആണെങ്കിൽ അവർ ഐഡന്റിഫൈ ചെയ്യും. അതായത് യൂഷ്വൽ നോർമൽ ഇഷ്യൂസ് ആണെങ്കിൽ. ഇവിടെ ഞാൻ ചോദിക്കാനുള്ള കാരണം വെച്ചാൽ, ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യാനുള്ള കാരണം, ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡർഷിപ്പ് കാണിച്ചു കൊടുക്കാൻ പറ്റുക? ഇവിടെ ആൾറെഡി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഹയർ ലെവലിൽ എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഓർഗനൈസേഷനിൽ തന്നെ ആൾറെഡി ഒരു എന്താ പറയാ ഒരു പ്രൊമോഷനോ ഇതൊന്നും ഇല്ല. പ്രൊമോഷൻ ഉണ്ട്, എങ്ങനെയാന്ന് വെച്ചാല് ആള് പേപ്പർ ഇടണം. അപ്പം എന്ത് ചെയ്യും അവര്, ആവശ്യമുള്ള ആണെങ്കിൽ അവര് പ്രൊമോട്ട് ചെയ്തിട്ട് സാലറി ഹൈക്ക് കൊടുക്കും. പേപ്പർ ഇടുന്നത് എനിക്ക് മനസ്സിലായില്ല. റിസൈൻ ചെയ്യണം. ഓക്കെ. അപ്പൊ ആരെങ്കിലും റിസൈൻ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആദ്യം.
അല്ല, നമ്മൾ പറയാണ്, നമ്മൾ പോവാണെന്ന് പറഞ്ഞാല് എന്ത് ചെയ്യും, അത്രയും ക്രിട്ടിക്കൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് അവര് കൂട്ടിത്തരും, ഒന്നെങ്കിൽ കൂട്ടിത്തരും. ഇറ്റ്സ് ലക്ക്, either we can leave or we will get a promotion. ഓക്കെ, അപ്പോൾ രണ്ടും കിട്ടുന്ന നിലയിലാണ്. രണ്ടും കിട്ടുന്ന നിലയിലാണ്. ഒന്നില്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ പോകും. സോ ടെൽ മീ, ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഏരിയ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളെ പ്രൊമോഷന്, കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊഫഷണലിസം ബേസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനത്തെ കമ്പനി ആയിരിക്കണം എങ്കിൽ നമുക്ക് പ്രൊമോഷൻ ഉണ്ട്. ഹൗവർ നിങ്ങളെ ലീഡർഷിപ്പ് നിങ്ങൾ വളർത്തിയാൽ മതിയാവും. കാരണം വെച്ചാൽ ഇന്നീ ഒരു കമ്പനി ഉണ്ട്, നാളെ ഈ കമ്പനി ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ എന്റെ അടുത്തതെന്ന് വെച്ചാല് ഒരു 1 or 2 years I have to quit and start a business. You agree to that? അപ്പോൾ 2 years down the line നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലീഡർഷിപ്പ് വേണ്ടേ? അപ്പോൾ അതിന് ലീഡർഷിപ്പ്, അപ്പോൾ അതിപ്പോ തന്നെ തുടങ്ങണ്ടേ? Okay, so don't you think that you have to start building a leadership step by step, one stone at a time? Okay, അപ്പോൾ നിങ്ങൾ അതാണ് നിങ്ങളുടെ പർപ്പസ് ലൈഫിൽ. Purpose is to bring changes in people's life, but to bring changes in people's life you have to change first. And to change you have to become a leader. Of course, that's why I'm here. You're happy with that? 0 to 10 how happy are you? ഒരു ക്ലാരിറ്റി കിട്ടിയ 9. നിങ്ങളെ കമ്പനിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. കമ്പനി ഒന്നും പ്രതീക്ഷിക്കണ്ട, നിങ്ങളുടെ അടുത്ത് മാത്രം പ്രതീക്ഷിക്കുക. ഹൗ കൻ ഐ ബിക്കം ബെറ്റർ ലീഡർ ടുമോറോ? That's a question you need to ask. Okay, whether you're sustainable. Exactly correct. It is not obtainable but sustainable na parale. It is how you can sustain in the marketplace. Adin leadership വേണം. കാരണം നിങ്ങൾ കീഴിലായിരിക്കും ആൾക്കാർ വർക്ക് ചെയ്യുക. അപ്പോൾ you have to get things done. You should not be നിങ്ങൾ അവിടെ ടെക്നിക്കൽ ആവാൻ പാടില്ല. നിങ്ങൾ അവരെ കൊണ്ട് ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് വേണം ചെയ്യിപ്പിക്കാൻ. എനിക്ക് മാനേജിങ് ആണ് ഒന്ന് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. അതായത് ഒരു കാര്യം കോർഡിനേറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള ലീഡർഷിപ്പ് വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു മാനേജർ നിങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മാനേജർ ആവണമെന്നില്ല. ഞാൻ നല്ലൊരു മാനേജർ അല്ല, ഞാൻ എപ്പോഴും പറയാം, ഞാൻ നല്ലൊരു മാനേജർ അല്ല, പക്ഷെ ഞാൻ നല്ലൊരു ലീഡറാണ്. അപ്പൊ നല്ലൊരു ലീഡറിന് എന്താ ചെയ്യേണ്ടത്? നല്ലൊരു മാനേജർ അപ്പോയിന്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കോളും. ആ കാര്യങ്ങളൊക്കെ നടന്നു പോകും. നിങ്ങൾ കമ്പനിയുടെ കാര്യം നോക്കിയാൽ മതി, അവര് സ്റ്റാഫിന്റെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും. ഹാപ്പി? Happy. Thank you. Thank you, Sensi. Thank you.